Hello friends, welcome to my channel Malabar Classic Kitchen. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. എൻ്റെ സബ്സ്ക്രൈബറായ മിസ്സസ് സന താഹിർ എൻ്റെ പെപ്പർ രസം ട്രൈ ചെയ്ത് ഫോട്ടോ അയച്ചു തന്നിരുന്നു. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങളും ഇതുപോലെ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് അതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ സെൻഡ് ചെയ്യുക. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബീഫ് കണ്ടത്. എന്നാൽ പിന്നെ ബീഫ് ഒന്ന് പൊട്ടിത്തെറിപ്പിച്ചാലോ? അതെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബീഫ് പൊട്ടിത്തെറിച്ചതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബാച്ചിലേഴ്സിന് പോലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇത് 250 ഗ്രാം ബീഫ് ഉപ്പും അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കുക്കറിലിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. ഈ വേവിച്ച ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി ഒരൽപ്പം കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ വേവിച്ച് വെച്ച ബീഫിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു കടായിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്രയും വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ചേർക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്യുക. ബീഫ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ബീഫ് മൊത്തമായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എണ്ണയിലുള്ള ബീഫിൻ്റെ ആ മസാലയോട് കൂടി തന്നെ നമുക്ക് കോരി മാറ്റണം. ഇനി അതേ എണ്ണയിൽ അല്പം കറിവേപ്പില ചേർക്കാം. ഇനി 3 ഉണക്കമുളക് കട്ട് ചെയ്തത് അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് വഴറ്റുക. ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ഡൈസ് ആക്കിയത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതും നന്നായി ഒന്ന് വഴറ്റുക. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് പൊട്ടിത്തെറിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ എളുപ്പമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും ചേരുന്ന നല്ല കിടിലൻ സൈഡ് ഡിഷാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുക. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.